सारे जहां से अच्छा हिंदुस्तान हमारा हमारा सारे जहां से अच्छा हिंदुस्तान हमारा हम बुलबुले हैं इसकी ये गुलसिता हमारा हमारा सारे जहां से अच्छा 78ാം സ്വാതന്ത്ര്യ ദിന സ്മരണകൾ അതിൻ്റെ പ്രതിജ്ഞകളും പുതുക്കുന്ന ഒരു മഹത്തായ കർമ്മത്തിലാണ് നാം സന്നിഹിതരായിട്ടുള്ളത്. ഇന്ന് ആ പ്രതിജ്ഞ പുതുക്കലിൻ്റെ ഭാഗമായി അതിൻ്റെ ഫ്ലാഗ് കൊടി ഉയർത്തിയത് ചെറുകാവ് പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റായ കളത്തിങ്കൽ സുജാത അവർകളാണ്. അതേപോലെ മറ്റ് എല്ലാ ഷെൽട്ടറിൻ്റെ സഹപ്രവർത്തകരെയും ഈ കർമ്മത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. രാജ്യം അതിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ മധു നുകർന്ന് 77 വർഷങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. ഈ സമയത്ത് നാം അതിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടും ധർമ്മത്തിലും നീതിയിലും അധിഷ്ഠിതമായ ഒരു രാജ്യം നിലനിൽക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും ആവർത്തിച്ച് ഓർമ്മിക്കുന്ന ദിവസങ്ങളാണെന്നുള്ളത്. രാജ്യം എന്നും പഴയ കാലത്തെ പോലെ തന്നെ സ്വാതന്ത്ര്യത്തോടും സമത്വത്തോടും കൂടിയും നീതിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു സമൂഹം ഇവിടെ നിലനിൽക്കേണ്ടതുണ്ട്. അതിന് നമ്മളാൽ കഴിയുന്ന സേവനങ്ങളും അതേപോലെ പ്രവർത്തനങ്ങളും ഏർപ്പെടേണ്ടതുണ്ട്. ഈ കർമ്മത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അതേപോലെ തന്നെ ഇന്ന് നമ്മൾ ഈ സ്വാതന്ത്ര്യദിന സന്ദേശങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ബഹുമാന്യരായ നമ്മുടെ പഞ്ചായത്തിൽ തന്നെ ഒരുപാട് രംഗങ്ങളിൽ സ്തുത്യർഹമായ കർമ്മങ്ങളിൽ നേതൃത്വം വഹിച്ചിട്ടുള്ള സുജാത അവർകളെ ഈ കർമ്മത്തിൻ്റെ സ്വാതന്ത്ര്യ സന്ദേശം നൽകാൻ വേണ്ടി ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഈ ഷെൽട്ടർ ഇന്ത്യയുടെ ഭാരവാഹികളെ, ഇവിടെ കൂടിയിരിക്കുന്ന മറ്റ് സഹോദരന്മാരെ എല്ലാവർക്കും എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. രാജ്യം ഇന്ന് 78ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യദിനാശംസകൾ ആദ്യമേ നേരുകയാണ്. ഓരോ സ്വാതന്ത്ര്യദിനം കടന്നു പോകുമ്പോഴും നമ്മൾക്ക് ഈ സ്വാതന്ത്ര്യം നേടിത്തന്ന, അതിനുവേണ്ടി ജീവനും ജീവിതവും ത്യജിച്ച ധീര സമര പോരാളികളെ നമ്മൾ സ്മരിക്കുന്നതോടൊപ്പം തന്നെ ഈ ഇന്ത്യയിലെ ഒരു പൗരനായി ജനിച്ചതിൽ നമുക്ക് അഭിമാനിക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ ഈ ഇന്ത്യയുടെ അന്തസ്സത്ത കാത്തു സൂക്ഷിക്കുന്ന സത്യം, സമത്വം, നീതി തുടങ്ങിയ ആദർശങ്ങളുടെ പ്രബുദ്ധത ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾക്ക് ഓരോ ദിവസവും ഉണർന്നു പ്രവർത്തിക്കാം. 1947 ആഗസ്റ്റ് 15-ാം തീയതി ചെങ്കോട്ടയുടെ പൊന്മുടിയിൽ നമ്മുടെ പ്രഥമ പ്രധാനമന്ത്രിയായ പണ്ഡിറ്റ് ജവഹർലാൽജി ത്രിവർണ്ണ പതാക ഉയർത്തിയപ്പോൾ അവസാനിച്ചത് 200 വർഷം നീണ്ടുനിന്ന ബ്രിട്ടീഷ് കൊളോണിയൽ വാഴ്ചയാണ്. ചരിത്രപ്രധാനമായ അർദ്ധരാത്രി പ്രസംഗം എന്നും നമ്മുടെ ഹൃദയങ്ങളിൽ പ്രതിധ്വനിക്കുകയാണ്. നമുക്കറിയാം, അന്ന് നമ്മൾ നേടിയെടുത്തത് ആ ദിനത്തിൽ ലോകത്തിൻ്റെ മുന്നിൽ തന്നെ നമ്മൾ ഒരു രാഷ്ട്രമായ ജനാധിപത്യ മതേതരത്വ റിപ്പബ്ലിക് രാഷ്ട്രമായി നമ്മൾ ഇന്നും നിലനിൽക്കുകയാണ്. ആ അർദ്ധരാത്രി ലോകം ഉറങ്ങുമ്പോൾ ഇന്ത്യ ജീവിതത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും ഉണർന്നു. അങ്ങനെ വികസിച്ച് പൊരുത്തപ്പെട്ട് ഇന്ന് ഒരു ലോകരാഷ്ട്രങ്ങളുടെ മുൻനിരയിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രമായി ഇന്ത്യ വളർന്നു നിൽക്കുകയാണ്. 7 പതിറ്റാണ്ടുകളായി നമ്മളുടെ വളർച്ച നാം ഓരോരുത്തരും ഇന്ന് സ്മരിക്കണം. നമുക്കറിയാം, വിഭജനത്തിൻ്റെ കഷ്ടപ്പാടും അതിൽ നിന്ന് നമ്മൾ ഓരോ തരത്തിലും പുരോഗതി പ്രാപിച്ച് ഇന്ന് വളർന്ന് പന്തലിച്ച് നിൽക്കുകയാണ്. 1857 ബ്രിട്ടീഷുകാരോട് പോരാടിയ റാണി ലക്ഷ്മിബായിയുടെ വീര്യവും ജനങ്ങളെ സ്നേഹിച്ചുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് തൂക്കിലേറിയ ഭഗത് സിംഗ്, ഗുരുദേവ് സിംഗ്, ആസാദ് തുടങ്ങിയവരുടെ ത്യാഗവും മഹാത്മജിയുടെ തത്വചിന്തകളായ അഹിംസയും നിയമലംഘനങ്ങളും തത്വങ്ങളാക്കിക്കൊണ്ട് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ പോരാടിയ ആ ഭാവവും, കൂടാതെ സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ പോരാടിയ സുഭാഷ് ചന്ദ്രബോസ്, ആസാദ് തുടങ്ങിയവരുടെ മനോധൈര്യവും തുടങ്ങി ചെറുതും വലുതുമായ, നമ്മൾ അറിയപ്പെടുന്നതും അറിയാത്തതുമായ പലരുടെയും ജീവത്യാഗത്തിൻ്റെ കഥയിലൂടെ, കണ്ണീരും എല്ലാത്തിലൂടെയാണ് നമ്മൾ ഈ സ്വാതന്ത്ര്യം നേടിയെടുത്തത്. ഈ സ്വാതന്ത്ര്യം ആരും നമുക്ക് നേരെ വെള്ളിത്തളികയിൽ നീട്ടിത്തന്നതല്ല. നമ്മുടെ ദശലക്ഷം നേതാക്കന്മാരുടെ കണ്ണീരും സങ്കടവും അവരുടെ മനോധൈര്യവും അവരുടെ ജീവിതവും ത്യജിച്ചുകൊണ്ട് നാം നേടിയെടുത്തിട്ടുള്ള ഈ സ്വാതന്ത്ര്യം എന്നും കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഈ നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ നമ്മുടെ ഭരണഘടനയിൽ പറയുന്ന ആദർശങ്ങളായ സത്യം, സമത്വം,
സ്വാതന്ത്ര്യം എന്നിവ കാത്തു സൂക്ഷിച്ചുകൊണ്ട് അത് നമ്മൾ എന്നും കാത്തു സൂക്ഷിക്കുമെന്നും അതിനെതിരെ ഒരിക്കലും പോരാടുന്നവരെ വാഴാൻ നമ്മൾ അനുവദിക്കില്ല എന്നും പ്രതിജ്ഞ ചെയ്തുകൊണ്ടുമായിരിക്കണം നമ്മൾ ഈ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കേണ്ടത്. നമ്മുടെ സഹോദരങ്ങളെ സ്നേഹിക്കുന്ന അവർക്ക് എല്ലാവിധ സഹായവും നൽകുന്ന ഈ ഷെൽട്ടർ ഇന്ത്യയുടെ പ്രവർത്തനം എൻ്റെ വാർഡിൽ നിന്ന് വരെയുള്ള പലർക്കും ഞാൻ ലെറ്റർ കൊടുത്ത് ഇവിടുന്ന് സഹായം ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ ഈ തരുണത്തിൽ പ്രകീർത്തിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഓരോ ഭാരവാഹികളെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഈ കൂടിയിരിക്കുന്ന എല്ലാവർക്കും സ്വാതന്ത്ര്യദിനം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് ഹിന്ദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നാട്ടിൽ അവശത അനുഭവിക്കുന്ന അനേകായിരം പേർക്ക് തണലാകുന്ന ഷെൽട്ടർ ഇന്ത്യ അതിൻ്റെ സ്വാതന്ത്ര്യദിന ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യദിന ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിൽ നമുക്ക് അതിഥിയായി ലഭിച്ചിട്ടുള്ളത് സുജാത മാം അവർകളെയാണ്. ഏതായിരുന്നാലും നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യ വീണ്ടെടുക്കുന്നതിൽ അഹോരാത്രം പരിശ്രമിച്ച നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ, അവരുടെ ചരിത്രം ഉറങ്ങുന്ന ഈ മണ്ണിൽ അവരുടെ ഓർമ്മകളെയാണ് യഥാർത്ഥത്തിൽ ഇന്നേ ദിവസം നമ്മൾ ഏറ്റവും കൂടുതൽ സ്മരിക്കേണ്ടത്. കൂടാതെ നമ്മുടെ നാടിനെ, കേരളം എന്ന നാടിനെ അതിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ച ഒരുപാട് ധീര ദേശാഭിമാനികളുണ്ട് നമ്മുടെ നാട്ടിൽ. അവരുടെയൊക്കെ ചരിത്രം പഠിക്കാനും അത് മനസ്സിലാക്കുവാനും നമ്മുടെ മക്കൾക്കും നമ്മുടെ നാട്ടുകാർക്കും അതിൻ്റെയൊക്കെ സന്ദേശം എത്തിക്കാനും ഇന്നത്തെ ദിവസം നമ്മൾ യഥാർത്ഥത്തിൽ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. ഏതായിരുന്നാലും ഈ ഒരു വൈകിയ വേളയിൽ നമ്മൾ ഇവിടെ ഈ ഒരു പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ആദ്യമായി നമ്മുടെ ഈ ഒരു ഫ്ലാഗ് ഹോസ്റ്റ് നമ്മളെ ക്ഷണം സ്വീകരിച്ചെത്തിയിട്ടുള്ള ചെറുകാവ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുജാത മാമിനും അതുപോലെ തന്നെ ഷെൽട്ടർ ഇന്ത്യ ഭാരവാഹികൾക്കും നാട്ടുകാർക്കും എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. सारे जहां से अच्छा हिंदुस्तान हमारा हमारा, सारे जहां से अच्छा